വളരെ വിചിത്രമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് വരുന്നത്. UDF വരുന്നോ LDF വരുന്നോ അല്ലെങ്കിൽ NDA വരുന്നോ അതൊരു തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പിൽ പലതും സംഭവിക്കും. ബംഗാളിൽ BJP വരുന്നു, തമിഴ്നാട്ടിൽ TVK വരുന്നു, വിജയ് വരുന്നു, പിന്നെ അത് സംഭവിക്കാം. പക്ഷേ ഈ പ്രാവശ്യത്തെ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമെന്ന് പറയുന്നത് കോഴിക്കോടും കണ്ണൂരിലെയും കമ്മ്യൂണിസ്റ്റ് പഞ്ചായത്തുകൾ, കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ കടപുഴകുന്നതാണ് കാണുന്നത്. എന്തുമാത്രം ആൻറ്റി ഇൻകംബൻസ് കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലുണ്ടെന്ന്. കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാരുടെ മനസ്സിലോ പൊതുവായി നിൽക്കുന്ന ആളുകളുടെ മനസ്സിലോ സ്വതന്ത്രരായി നിൽക്കുന്ന ആളുകൾ വോട്ട് ചെയ്യട്ടെ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കൂ, ധർമ്മടം പഞ്ചായത്തിൽ, ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ പിണറായി വിജയൻ 50,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സ്ഥലമാണ്. അവിടെ അഞ്ചരക്കണ്ടി അടക്കമുള്ള, പെരളശ്ശേരി അടക്കമുള്ള, ധർമ്മടം അടക്കമുള്ള, കൊങ്ങാട് അടക്കമുള്ള പിണറായി വിജയൻ്റെ പഞ്ചായത്തിരിക്കുന്ന വീടിരിക്കുന്ന കൊങ്ങാട് പഞ്ചായത്ത്. അദ്ദേഹം പിണറായിലാണ് താമസം ഇപ്പോൾ, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടുള്ളത് കൊങ്ങാടാണ്. ആ കൊങ്ങാട് പഞ്ചായത്തിലടക്കം എല്ലാ വാർഡുകളിലും അവസാന നിമിഷം മാത്രം അവിടെ ഇറങ്ങാൻ പറ്റി അബ്ദുൾ റഷീദ് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കൊച്ചു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ തേരോട്ടം നടത്തി. ഇനി പിണറായി വിജയൻ ജയിച്ചാലും, 5 റൗണ്ട് തോറ്റതിന് ശേഷം ജയിച്ചാലും അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഇനി പിണറായി വിജയൻ MLA ആയി ഇരിക്കേണ്ടതല്ല. അതിനുള്ള അർഹത അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ പയ്യന്നൂരിൽ കുഞ്ഞകൃഷ്ണൻ വലിയ തേരോട്ടമാണ് നടത്തുന്നത്. തളിപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ഒരു മനുഷ്യൻ അവിടെ ഇല്ല. ഞാൻ പലവട്ടം അവിടെ പോയിട്ടുള്ള ഒരാളുമില്ല അവിടെ. ആ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വന്തം കൊത്തളങ്ങളിൽ TK ഗോവിന്ദൻ എന്ന് പറയുന്ന വിമത കമ്മ്യൂണിസ്റ്റുകാരൻ കൊടി ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഒരു അധപ്പതനമാണ്, അല്ലെങ്കിൽ ഒന്നൊന്നര വീഴ്ചയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതുപോലെ KK രമ വലിയ ഭൂരിപക്ഷത്തിലാണ് ഇന്ന്. പലവട്ടം നമുക്ക് പറയേണ്ടി വരുന്നു, പല വീഡിയോയിലും പറയേണ്ടി വരുന്നു. ഇന്ന് TP ചന്ദ്രശേഖരൻ്റെ 14ാം രക്തസാക്ഷിത്വ ദിനമാണ്. ആ ദിനത്തിൽ കൃത്യമായി മെയ് 4 രാത്രിയാണ്, വൈകുന്നേരമാണ് ഈ TP ചന്ദ്രശേഖരൻ ഒരു കടയിൽ കയറിയിട്ട് ബൈക്കിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തെ കാറിൽ എടുത്തുകൊണ്ട് പോയി 51 വെട്ടുവെട്ടി. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത തുന്നിക്കെട്ടിയ അസിസ്റ്റൻ്റ് സർജൻ പറഞ്ഞത്. എവിടെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള മോർച്ചറിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പറഞ്ഞത് 2.5 മണിക്കൂർ നേരമെടുത്തു അദ്ദേഹത്തിൻ്റെ തല, ചിതറിപ്പോയ തലയെ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് ഒന്ന് കെട്ടിവയ്ക്കാൻ 2.5 മണിക്കൂർ എടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മനുഷ്യൻ്റെ തലയെ തല്ലി ചതച്ചത്? 51 വെട്ട് ശരീരത്തിൽ വെട്ടി. എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? അപ്പോൾ ഞാനൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് പിണറായി വിജയൻ്റെയും VS അച്യുതാനന്ദൻ്റെയും വലിയ ഗ്രൂപ്പ് പ്രവർത്തനം കേരളത്തിൽ നടന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരുപാട്, അന്ന് എനിക്ക് വീഡിയോ ഇല്ല, ചാനലില്ല, എങ്കിൽ അത് റെക്കോർഡായി നിൽക്കുമായിരുന്നു. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, പിണറായി വിജയൻ കേരളത്തിൽ അഗ്രഗണ്യനായി വരും, പക്ഷേ അദ്ദേഹം അന്തകനുമാകും, CPMൻ്റെ അന്തകനായി മാറും. കാരണം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെയും ആദർശ രാഷ്ട്രീയത്തെയും കുഴിച്ചു മൂടിക്കൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെ വക്താവായി പിണറായി വിജയൻ വരുമെന്നും, വന്നാൽ അത് കേരളത്തിൻ്റെ അന്ത്യമായിരിക്കും, പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും അന്ത്യമായിരിക്കുമെന്നുള്ളത് വളരെ കൃത്യമായി എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരാരെങ്കിലും ഈ വീഡിയോ കാണുമെങ്കിൽ ശ്രദ്ധിക്കണം. കൃത്യമാണത്. പിണറായി വിജയൻ അന്തകനായി മാറിയിട്ടുണ്ട്, രണ്ടിൻ്റെയും അന്തകൻ. ആദ്യം പാർട്ടിയെ പിടിച്ചു, പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി, പാർട്ടിയും കുടുംബവും അദ്ദേഹവും കുടുംബവും കൂടി പാർട്ടി കൊണ്ടു നടക്കാൻ തുടങ്ങി. അവസാനം എന്ത് സംഭവിച്ചു? പാർട്ടി അദ്ദേഹത്തിന് കീഴടങ്ങിയതിൻ്റെ ഫലമായി പാർട്ടിയും ഇല്ലാതാകുന്നു, ഭരണം പിടിച്ചു, ഭരണവും ഇല്ലാതാകുന്നു. എന്തൊരു വീഴ്ചയാണ് വീഴുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്, മുകളിലോട്ട് കയറിപ്പോകുമ്പോൾ, ശ്രദ്ധിച്ച് കയറിപ്പോകുമ്പോൾ, മുകളിൽ ചെന്നിട്ടാണ് വീഴുന്നതെങ്കിൽ വലിയ അഗാധ ഗർത്തത്തിലേക്കായിരിക്കും വീഴുന്നത്. പിണറായി വിജയൻ, അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ പതറുന്ന കാഴ്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഒന്നൊന്നര വലിയ കാഴ്ച തന്നെയാണ്. അത് ഒരു വ്യക്തി തോറ്റു പോകുന്നത് കൊണ്ടോ വോട്ട് കുറയുന്നത് കൊണ്ടോ പറയുന്നതല്ല. ജനാധിപത്യത്തെ പല്ലിളിച്ച് കാണിക്കരുത്, ജനാധിപത്യത്തെ പരിഹസിക്കരുത്, ജനാധിപത്യത്തിൽ കടക്ക് പുറത്തെന്ന് പറയരുത്, ജനാധിപത്യത്തിൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയരുത്, ജനാധിപത്യത്തിൽ പരനാറി എന്ന് വിളിക്കാൻ പാടില്ല, ജനാധിപത്യത്തിൽ പിന്നെ അതുപോലെ തന്നെ പല ആളുകളെയും കൊല്ലം കുത്തിയെന്നും നികൃഷ്ടജീവിയെന്നും പരനാറിയെന്നും പരമനാറിയെന്നും പരമചെറ്റയെന്നും ചെറ്റയെന്നും ഒക്കെ മറ്റുള്ള രാഷ്ട്രീയക്കാരെ കൂടെ നിൽക്കുമ്പോൾ കൊള്ളാം, കൂടെ കിടക്കുമ്പോൾ മാറുമ്പോൾ മോശമെന്ന് പറയുന്ന രാഷ്ട്രീയത്തിന് വലിയ മാറ്റം കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും കേരള രാഷ്ട്രീയം വീണ്ടും മധുരമനോഹരമായിട്ടുണ്ട്. ജനാധിപത്യം വീണ്ടും ഇവിടെ വസന്തം വിരിയിക്കും, ജനാധിപത്യം പൂവണിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
എന്തായാലും പിണറായി വിജയന് വ്യക്തിപരമായി ഏറ്റിട്ടുള്ള വലിയ പതനമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം സകലതും ചുമലിലേറ്റി ഒരാളിനും ഒന്നും കൊടുക്കാതെ, ഒരു പാർട്ടിക്കാരനും ഒന്നും കൊടുക്കാതെ, ഒരു സഹമന്ത്രിക്കും ഒന്നും കൊടുക്കാതെ മുഴുവൻ നെഞ്ചേറ്റിയപ്പോൾ, തോളിലേറ്റിയപ്പോൾ അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു, പലവട്ടം പറഞ്ഞു, ഇത് അപകടത്തിലേക്ക് പോകും. ഇനി പിണറായി വിജയൻ ജയിച്ചിരുന്നെങ്കിൽ കേരളം അപകടത്തിൽ പോകുമായിരുന്നു. പക്ഷേ പിണറായി വിജയനും സംഘവും തോറ്റതുകൊണ്ട് കേരളം രക്ഷപ്പെട്ടു, പാർട്ടി രക്ഷപ്പെട്ടു. എല്ലാവരും പറഞ്ഞു, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള കാരശ്ശേരി മാഷിനെ പോലെയുള്ള, സച്ചിദാനന്ദനെ പോലെയുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞപ്പോൾ പിന്നെ ചില സാഹിത്യകാരന്മാരൊക്കെ കൂടെ ഇവിടെ നിന്ന് പറഞ്ഞു, നമുക്ക് ഇപ്പോൾ 75 സീറ്റ് വരുമെന്ന് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. സെഞ്ചുറി അടിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരുന്നു. വളരെ വലിയ നേട്ടമാണ് UDF ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ NDAയും അത്യാവശ്യം ചില വോട്ടൊക്കെ പിടിച്ച്, ചില 4-5 സീറ്റൊക്കെ ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ NDAയും പിടിച്ച് വന്നാൽ എന്തായാലും അവസാന ലാപ്പിൽ 10-45 സീറ്റിലേക്ക് 40-45 സീറ്റിലേക്ക് LDF ഒതുങ്ങുകയും LDFൻ്റെ 14-15 മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം തോറ്റുപോവുകയും ചെയ്താൽ കേരള രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് വളരും. ഇതാടിയുലയാത്ത കപ്പലാണ് സാർ, ഈ കപ്പലിൽ ഒരു കപ്പിത്താനുണ്ട് സാർ എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന വീണ ജോർജുമാർ എല്ലാം മൂച്ചൂടും കൂപ്പുകുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. മനോഹരമാണ് ഈ തിരഞ്ഞെടുപ്പ്. കാരണം അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ പിടിച്ച് താഴെയിടുമെന്ന് ജനങ്ങൾ പറയുന്നത് ഒരു മനോഹാരിതയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞിരുന്നു UDF 85+ പിടിക്കുമെന്ന്. ഇപ്പോഴിതാ 85+ലേക്ക് UDF പോകുന്നു. വളരെ മനോഹരമാണ്, സന്തോഷമാണ്. ഞങ്ങളുടെ കാൽക്കുലേഷനുമൊക്കെ വളരെ കൃത്യമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ വിശകലനം വളരെ വളരെ കൃത്യമായിരുന്നു. കാരണം തിരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വളരെ നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനമാണോ അതോ ഭൂരിപക്ഷ പ്രീണനമാണോ ന്യൂനപക്ഷ കൺസോൾട്ടേഷനാണോ എന്നൊന്നും പറയേണ്ട. ജനങ്ങൾ ജനാധിപത്യത്തിൽ തീരുമാനിച്ചു. ഇനി ഈ തോന്നിയവാസവും തെമ്മാടിത്തരവും ഇവിടെ അനുവദിക്കുന്നതല്ല. അതിലേറ്റവും കൂടുതൽ തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും മരിച്ചിട്ടില്ല കേരളത്തിൽ. അതാണ് കേരളം നൽകുന്ന പാഠം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്തെന്ന് ചോദിച്ചാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും മരിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് തെളിവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കയറി പറ്റിയ കള്ളനെ, കൊള്ളക്കാരനെ, കോർപ്പറേറ്റിനെ പുകച്ച് പുറത്തേടിക്കാൻ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗം കമ്മ്യൂണിസ്റ്റുകാരെ മുന്നിൽ ഇല്ലാത്തത് കൂടി കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയൊരു ശതമാനം ജനങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചത്. ഇത് പാർട്ടിക്ക് കൊടുത്ത ശിക്ഷയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്ത രക്ഷയാണ്. ഇദ്ദേഹം മാറണം, പുതിയ നേതൃത്വം വരണമെന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ അദമ്യമായ ആഗ്രഹം കൂടിയാണ് ഇവിടെ സാധീകരിക്കപ്പെടുന്നത്. പയ്യന്നൂരിലെയും കണ്ണൂരിലെയും തളിപ്പറമ്പിലെയും തലശ്ശേരിയിലെയും അതുപോലെ തന്നെ കല്യാശ്ശേരിയിലെയും ധർമ്മടത്തെയും കോഴിക്കോട്ടെ 12 മണ്ഡലങ്ങളിൽ 14-ൽ 12 മണ്ഡലങ്ങളിലും അതുപോലെ കോട്ടയത്തെ എല്ലാ മണ്ഡലങ്ങളും, നിരവധി മണ്ഡലങ്ങൾ, 2 മണ്ഡലം ഒഴിച്ച് കാഞ്ഞിരപ്പള്ളിയും കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഒഴിച്ചുള്ള എല്ലാ മണ്ഡലങ്ങളിലും വലിയ പടയോട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത്, UDF നടത്തുന്നത്. തിരുവനന്തപുരത്ത് മാത്രമാണ് ചെറിയൊരു മെച്ചം LDFനുള്ളത്. ബാക്കി എല്ലാ കൊല്ലത്തും വലിയ പടയോട്ടമാണ് UDF നടത്തിയിരിക്കുന്നത്. ഈ പടയോട്ടം കാലത്തിൻ്റെ അനിവാര്യതയാണ്. ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പിന് ഈ തോൽവി ഏറ്റവും അത്യാവശ്യവുമാണ്.